കോട്ടയംകാരൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളൊരു വണ്ടിപ്രാന്തന്മാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് മുഴുവൻ വിൻറ്റേജ് കാറിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്. ഞാനിങ്ങനെ ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയപ്പം അവിടെ ഇങ്ങനെ ആൾക്കൂട്ടം കണ്ട് ജസ്റ്റ് നോക്കിയതാണ്. അപ്പം കണ്ടാ കുറേ അധികം കാറുകൾ. എന്നാൽ പിന്നെ കയറി ഒന്ന് പകർത്തിയേക്കാമെന്ന് കരുതി. പല തരത്തിലുള്ളതായ പല എന്താ പറയുക വണ്ടികൾ, പല ബ്രാൻഡിൻ്റെ പഴയ വണ്ടികൾ ഒരുപാട് കിടപ്പുണ്ട്. അപ്പച്ചൻ്റെ വണ്ടിയിലെ ബോണറ്റൊക്കെ പൊക്കി അവരെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുന്നു. അതിൻ്റെ കെട്ടപ്പ് ഉണ്ടോ, എന്താ രസം. അപ്പയൊക്കെ കണ്ടിട്ട് കിളി പറന്ന് നിൽക്കുക, ഏത് വണ്ടി മേടിക്കണം ഉള്ള ചിന്തയിലാന്ന് തോന്നുന്നു. എല്ലാ വണ്ടിയുടെ കളറ്, ആ കളറിനൊക്കെ എന്താ ഭംഗി. നമ്മൾ പഴയകാല സിനിമകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരുപാട് വണ്ടികൾ ഇത് ഒരറ്റം തൊട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഈ വണ്ടിയുടെ എൻജിൻ ഫുൾ ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. അതൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നുണ്ടോ. ലെതർ സീറ്റിങ്, സ്റ്റിയറിങ്ങൊക്കെ എല്ലാം അവർ പുതിയ ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്തിട്ട് പഴയ വണ്ടികൾ ചെയ്തെടുത്തിരിക്കുന്നു. ഇവിടെ ഇത് നിലം മുട്ടിയാണ് നിൽക്കുന്നത്. ആ വണ്ടി റോട്ടിൽ കൂടെ എങ്ങനെ ഓടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ട് അന്ന പോയി എൻ്റെ അകത്ത് കയറി നോക്കുന്നു. ഇല്ല, നമുക്ക് ഒരുപാടുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ് ഉണ്ട്. എനിക്കറിയത്തില്ല, ചില ലെങ്തി വീഡിയോ ആണെന്ന് തോന്നുന്നു. കാരണം ഒറ്റ ഷോട്ടിലെടുത്താണ്. പിന്നെ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തൊന്നും അല്ല പോയത്. ജസ്റ്റ് പോയപ്പം കണ്ടപ്പം അങ്ങ് എടുത്തന്നേ ഉള്ളൂ. ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വണ്ടികൾ. ഇവിടെ ഇത് ആൾക്കാർക്കൊരു ക്രേസ് തന്നെയാണ്. ചില വണ്ടികൾ ഇവിടെ വിൽക്കാനായിട്ടും കൊണ്ടുവച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നിന്നത് കണ്ടുകൊണ്ട് വന്നപ്പോൾ നട്ടാ 2 വണ്ടികൾ കയറി വരുന്നു. അവർ എനിക്ക് തോന്നുന്നത് പുതുതായിട്ട് വന്നതേ ഉള്ളൂ തോന്നുന്നു, കുറച്ച് ലേറ്റായിപ്പോൾ തോന്നുന്നു. അപ്പോൾ അവരവരുടെ കാറ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. എല്ലാവരും വന്ന് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു. ഇതാ എപ്പന്മാരുടെ തോന്നുന്നു ഈ വണ്ടി. അവർക്കതൊരു പ്രൈഡാണ്. വാവ്, കളറും അടിപൊളി കോമ്പിനേഷൻസ്. വണ്ടി പെയിൻ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ലുക്കാണ്. അപ്പം അങ്ങനെ വലിയ കണ്ടമാനം എന്താ പറയുക ഫർബിഷൊന്നും ചെയ്യാതെ അത് അതിൻ്റേതായ ഒരു നാച്ചുറൽ ലുക്കിൽ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. ഇത് ഏത് വണ്ടിയാണ് എന്നുള്ളത് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. എൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഈ എംബ്ലത്തിൽ എന്തോ നാഷ് എന്ന് എഴുതിയിട്ടുണ്ട്. നാഷ് എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. അങ്ങനെ ഒരു ബ്രാൻഡ് ഉണ്ടോയെന്നും അറിയത്തില്ല. വാവ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിനകത്തെ കാറുകൾ പോലത്തെ വണ്ടികളൊക്കെ കിടക്കുന്നു. ഇതൊരു കാലത്ത് എല്ലാവരുടെയും ഒരു ഡ്രീം തന്നെയായിരുന്നു. ഇത് ഫോർഡിൻ്റെ വണ്ടിയാണ്. ഏതാ വണ്ടി എന്നൊന്നും എനിക്കറിയില്ല. ചിലതൊക്കെ അറിയാം, ഫോർഡ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ എനിക്കറിയാം. എന്നെ സംബന്ധിച്ചോളം ഞാനങ്ങനെ വണ്ടിയുടെ വലിയ ഒരു അറിവുള്ളൊരു ആളൊന്നുമല്ല. കണ്ടപ്പോൾ ഇതിൻ്റെ ഭംഗി കണ്ടു, എന്നാ വിചാരിച്ചു എന്നാൽ അതൊരു വീഡിയോ കാണുന്നു. വാവ്, ഇത് എനിക്കൊന്ന് ഷെവർലേയുടെ ആണ്.
സൂപ്പർ ലുക്കാണ്. ഇത് ഹോൾഡൻ്റെ വണ്ടിയാണ്. UK വോക്സോൾ എന്ന് പറയുന്ന ബ്രാൻഡ്. വീണ്ടും ഫോർഡിൻ്റെ ഒരു നിര തന്നെ ഉണ്ട് കേട്ടോ. ഇതും ഫോർഡാണ്. ഇതും ഏത് ബ്രാൻഡാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഇത് ക്രിസ്ലർ. വാവ്. രണ്ട് പിള്ളേർ ആ വണ്ടിക്കകത്തിരുന്ന്, അവരുടെ വണ്ടിയാണെന്ന് തോന്നുന്നു, ഒന്നെങ്കിൽ അവരുടെ വണ്ടി അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ വണ്ടി, അവരതിരുന്ന് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പരിപാടികളാണ്. വാവ്, ആ ബ്ലാക്ക് വണ്ടി ഉണ്ടോ? പണ്ട് കാലത്ത് എന്താ പറയുക, ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരു മെറ്റഡോർ വാനുണ്ടായിരുന്നു. ഇതൊക്കെ ചെയ്തെടുക്കുന്നവരെ സമ്മതിക്കണം. ഇതൊക്കെ ഇത്രയും കൃത്യമായിട്ട് റീഫർബിഷ് ചെയ്ത് അതിൻ്റെ ഓരോ പാർട്സും കണ്ടുപിടിച്ച് ഇല്ലാത്തത് അവർ കൈകൊണ്ട് ഉണ്ടാക്കി. ഈ വണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവാണ്. ഈ വണ്ടിയുടെ കളറ് നല്ല രസമുണ്ട്. നല്ല മെറൂൺ കളർ വണ്ടിയാണ്. ഈ വണ്ടിയുടെ ഫ്രണ്ട് കാണുമ്പോൾ നല്ല രസം. ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. ഇന്ന് ഗ്രൗണ്ട് ക്ലിയറൻസ് അധികം കാര്യമായിട്ടില്ല, പക്ഷെ ഒരുപക്ഷെ യാത്രാ സുഖം ഉണ്ടായിരുന്നിരിക്കാം ആ കാലത്തെ.
വാവ്, അങ്ങനെ വന്നപ്പോഴാണ് വേണ്ട അവിടെ ഒരു ലിമൂസിൻ കിടക്കുന്നത്. ആദ്യകാല ലിമൂസിനുകളിൽ ഒന്നാന്ന് തോന്നുന്നു. ഓസ്ട്രേലിയൻ ഫ്ലാഗൊക്കെ രണ്ട് വശത്തും വെച്ച് നീളത്തിൽ രാജാവിനെ പോലെ കിടക്കുകയാണ്. കാണാൻ അടിപൊളി ലുക്കൊക്കെയാണ്. ഇതിൻ്റെ അകം എങ്ങനെയുണ്ടെന്ന് നോക്കാം. വാവ്, ലെതർ സീറ്റിങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വൈൻ ഗ്ലാസസ് എല്ലാം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഒരു 10 പേർക്ക് കയറിയിരിക്കാം. രണ്ട് വശത്തും ബാക്കിൽ ഡോസ് ഉണ്ട്. സ്റ്റേറ്റ്സ്മാൻ്റെ ആണ്, സ്റ്റേറ്റ്സ്മാൻ. ഇതിനെപ്പറ്റി ആർക്കെങ്കിലും കൂടുതലൊക്കെ അറിയാവുന്ന ആൾക്കാർ ഒരുപാടുണ്ടാവുമായിരിക്കും. ഏത് വർഷമാണെന്നോ ഒക്കെ. ഒരു കുട്ടി മഞ്ഞ ജീപ്പ് കിടക്കുന്നു. ജീപ്പല്ല, എന്താ ഇതിൻ്റെ കഥ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 40s വില്ലീസ് പിക്കപ്പ്. അത് ബിൽറ്റ് ബൈ ഗോർഡൻ ആൻഡ് ക്രിസ് പ്രൊസോ, മാൽഡൺ, വിക്ടോറിയ. 1974 അതിൻ്റെ ചേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ടൊയോട്ട ഹൈലക്സിൻ്റെ വീൽസ് 17/7. ടയറിൻ്റെയൊക്കെ ഫിനിഷിങ് ഉണ്ടോ?